നമ്മളെ കണ്ണൂരിലെ ആ മോഷണ വാർത്തയിലേക്ക് പോകുന്നു. കണ്ണൂർ വളപട്ടണത്തെ വ്യാപാരിയുടെ വീട്ടിൽ വൻ കവർച്ച, 1 കോടി രൂപയും 300 പവനും മോഷണം പോയി. വളപട്ടണം മന്ന സ്വദേശി അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വിവരങ്ങളുമായി സാരംഗ് അവിടെ നിന്നും ചേരുന്നുണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഈ മോഷണം എപ്പോഴാണ് നടന്നത്? ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ സ്ഥലത്ത്. മോത്തി, നമസ്കാരം. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ കണ്ണൂരിനെ ആകെ നടുക്കിയ തരത്തിൽ വലിയൊരു മോഷണം നടക്കുന്നത്. അടുത്ത കാലത്തൊന്നും തന്നെ ഇത്ര വലിയൊരു മോഷണം കണ്ണൂർ ജില്ലയ്ക്കകത്ത് നടന്നിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം അത്ര വലിയൊരു തുക, അത്രത്തോളം സ്വർണം, കാരണം 300 പവൻ സ്വർണവും 1 കോടി രൂപയുമാണ് മന്ന സ്വദേശിയായ അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് നഷ്ടമായിട്ടുള്ളത്. നമ്മൾക്കിപ്പോൾ ഈ വീട് കാണാം. ഇവിടെ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മോഷണം നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീടിന്റെ മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് കയറിയ മോഷ്ടാക്കൾ പിന്നീട് പിൻവശത്തെ അടുക്കള വാതിലിന്റെ ജനൽ തകർത്തുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. ഗ്രില്ല് ഒക്കെ തന്നെ ഡ്രില്ല് ചെയ്ത് അകത്തേക്ക് കയറിയ സംഘം പിന്നീട് ലോക്കറിൽ സൂക്ഷിച്ച പണവും സ്വർണവും അപഹരിക്കുകയായിരുന്നു. അവിടെ ലോക്കറിന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മോഷണ വാർത്തകളൊക്കെ തന്നെ പുറത്തേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഒരിക്കലും സേഫുകളുടെയോ ലോക്കറുകളുടെയോ താക്കോലുകളൊന്നും തന്നെ പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് വെക്കരുതെന്ന്. പക്ഷേ ഇവിടെയും ആ പിഴവ് തന്നെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് യാതൊരു സംശയവുമില്ലാതെ തന്നെ പറയാൻ സാധിക്കും. കാരണം ലോക്കറിന്റെ തൊട്ടരികിൽ തന്നെയായിരുന്നു മോഷ്ടാക്കൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന തക്ക ആ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു താക്കോൽ സൂക്ഷിച്ചത്. അപ്പോഴും ഒരു സംശയം, സാധാരണ എല്ലാവരും സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇത്രയധികം പോയിട്ട് വളരെ കുറച്ച് തുക പോലും ഇപ്പോഴാരും കയ്യിൽ കരുതുന്നില്ല. ഡിജിറ്റൽ മണിയുടെ ഉപയോഗമാണ് ഉള്ളത്. അക്കൗണ്ടബിൾ മണിയായിട്ടാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പിന്നെ ഇത്രയധികം സ്വർണം ബാങ്ക് ലോക്കറുകളിലാണ് സൂക്ഷിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ഇത് വീട്ടിൽ സൂക്ഷിച്ചത് എന്ന കാര്യത്തിലും ഒരു ആശങ്കയുണ്ട്. മോത്തി, അഷ്റഫ് എന്ന വ്യക്തി കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു അരി വ്യവസായിയാണ്. അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലയിലെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റ് വടക്കൻ ജില്ലകളിലൊക്കെ തന്നെ വലിയ തോതിൽ അരിയുടെ വ്യവസായമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഒരുപക്ഷെ ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കും, ഒരു വലിയ തലമുറയിലേക്ക് ഇപ്പോഴും ഡിജിറ്റൽ മണി എന്നുള്ള സംവിധാനം വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ കൂടുതലായും ലിക്വിഡ് മണിയിലൂടെ തന്നെയായിരിക്കും അവരുടെ ആ ഒരു വ്യവസായം കൂടുതലായും നടക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ ബാങ്ക് ലോക്കറിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലേക്ക് അല്ലെങ്കിൽ ബാങ്കിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾക്കിടയിലായിരിക്കാം ഒരുപക്ഷെ ലോക്കറിൽ നിന്ന് പണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയത്. എന്തായാലും കുടുംബം തമിഴ്നാട്ടിലെ മധുരയിലുള്ള ബന്ധുവീട്ടിലേക്ക് പോയതായിരുന്നു. അവിടെ ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാനായി പോയതായിരുന്നു. അതിനിടെ ഇന്ന് പുലർച്ചയോടുകൂടി അവരിവിടെ തിരിച്ചെത്തിയ സമയത്താണ് വീട്ടിൽ ഇത്രയും വലിയ ഒരു മോഷണം നടന്ന വിവരം ഇപ്പോൾ അറിയുന്നത്. നമ്മൾക്കെന്തായാലും അവരുടെ അഷ്റഫ് അടക്കമുള്ള കുടുംബാംഗങ്ങളുടെ പ്രതികരണം അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം അവരിപ്പോൾ ബന്ധുവീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇത്രത്തോളം പണവും സ്വർണവും സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു ധാരണയുള്ള ഒരു ആൾ എന്തായാലും ഒരു പക്ഷേ മോഷണ സംഘത്തിൽ ഉണ്ടായേക്കാം എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് സംഘം മുന്നോട്ടേക്ക് പോകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഫോറൻസിക് അയൽവാസികളോ പോലീസോ അങ്ങനെ ആരെങ്കിലും പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ നൽകാൻ ആരെങ്കിലും ഉണ്ടോ അവിടെ? നിലവിൽ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഇവിടെ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടില്ല. എന്തായാലും അതിനുശേഷം ആയിരിക്കും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ഫോറൻസിക് പരിശോധനയ്ക്കൊക്കെ ശേഷമായിരിക്കും മാധ്യമങ്ങളോട് ഒരു തുറന്ന പ്രതികരണത്തിന് അന്വേഷണ സംഘം തയ്യാറാവുക. അയൽവാസികൾ മൊത്തത്തിൽ പൂർണ്ണമായും ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് എന്നുപോലും അറിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം അവർ അഷ്റഫ് എല്ലാവരുമായി നല്ല രീതിയിൽ ഇടപഴകി പോകുന്ന ഒരാളാണ്. ആളുകൾക്കൊക്കെ തന്നെ സർവ്വസമ്മതനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്രത്തോളം വലിയൊരു മോഷണം നടന്നു എന്നത് ആളുകളെയൊക്കെ തന്നെ സംബന്ധിച്ച് വലിയൊരു ഞെട്ടലുളവാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും പ്രദേശവാസികളുടെ പ്രതികരണമൊക്കെ തന്നെ വരുന്ന മണിക്കൂറുകളിൽ നമ്മൾക്ക് വിശദമായി ഈ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മോത്തി, സാറിന്റെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു വീടാണ് എന്ന് സാർക്ക് നേരത്തെയും പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഈ സുരക്ഷാ അലാം പോലെയുള്ള മുന്നറിയിപ്പ് അലാം പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എവിടെയെങ്കിലും സജ്ജമായിരുന്നു. ഏത് തരത്തിലാണ് ഈ മോഷ്ടാവ് ഉള്ളിലേക്ക് കടന്നത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? മോഷ്ടാവ് ഉള്ളിലേക്ക് കടന്നത് നമ്മൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അഷ്റഫിന്റെ വീടിനോട് തൊട്ടരികിൽ ചേർന്ന ഒരു ചെറിയൊരു പാർട്ടി ഓഫീസ് ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് തൊട്ടരികിലുള്ള ആ ഒരു ചെറിയ മതിൽ കാണാം. കാരണം ഒരു 10-15 വയസ്സുള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ
ചാടിക്കടക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ മതിലിൻ്റെ നിർമ്മാണം. അതുതന്നെ പ്രധാനമായും ഒരു പോരായ്മയാണ് എന്ന് നമ്മൾക്കിപ്പോൾ ഒരു പക്ഷേ പറയാൻ സാധിക്കും. അതിലൂടെ ചാടിക്കടന്ന പ്രതികൾ ഈ വീടിൻ്റെ മുറ്റത്തിൻ്റെ വശത്തൂടെ നടന്നു ചെന്ന് വീടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് കയറി ചെന്ന് പിന്നീട് അടുക്കള ഭാഗത്തെ ജനലിൻ്റെ ഡ്രില്ല് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് വീടിനകത്തേക്ക് കയറിയത് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് നമ്മൾക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. പിന്നീട് അവിടേക്ക് കയറിയ സംഘം പിന്നീട് ബെഡ്റൂമിനടുത്ത് സ്ഥാപിച്ചിരുന്ന ലോക്കറിലേക്ക് എത്തുകയായിരുന്നു. അതിന് തൊട്ടരികിൽ തന്നെ വെച്ചിരുന്ന താക്കോൽ അവർക്ക് പെട്ടെന്ന് കൈവശപ്പെടുത്താൻ സാധിച്ചതുകൊണ്ട് തന്നെ ഡ്രില്ല് തുറക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഗ്യാസ് കട്ടറോ മറ്റോ സംവിധാനങ്ങളോ ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മോഷണത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. വളരെ എളുപ്പത്തിൽ തന്നെ പണവും സ്വർണവും ഇവിടെ നിന്ന് അപഹരിക്കാൻ മോഷണ സംഘത്തിന് സാധിച്ചു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മോത്തി, ഈ CCTV ക്യാമറകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ ഒരു പ്രധാന ലീഡായി മാറുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? സാരംഗ് കേൾക്കുന്നുണ്ടോ? ഈ വീട്ടിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് സാരംഗ് നേരത്തെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഈ മോഷ്ടാക്കളിലേക്ക് എത്താൻ പോലീസിന് ഒരു മാർഗമാവുമായിരിക്കും. മോത്തി, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ കൂടി പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും കൃത്യമായ ഒരു ആസൂത്രണത്തോടു കൂടിയാണ് മോഷ്ടാക്കൾ ഇവിടെ എത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ CCTVയുടെ ഹാർഡ് ഡിസ്ക് പോലും മോഷ്ടിച്ചെടുക്കാനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാലും നേരത്തെ മോത്തി സൂചിപ്പിച്ചതുപോലെ ഒരു സെക്യൂരിറ്റി അലാറം ഒന്നും തന്നെ ഇവിടെ സ്ഥാപിച്ചിരുന്നില്ല. കാരണം അത്രത്തോളം വലിയ ഒരു തുക ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ സ്ഥിരമായി ഇവിടെ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഇത്രത്തോളം വലിയൊരു സുരക്ഷാ സംവിധാനം ഇവിടെ ഒരുക്കാതിരുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഒരു വലിയ വീഴ്ചയെ സംഭവിച്ചതും ഈ കുടുംബത്തിന് ഇത്രത്തോളം വലിയ ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നതിന് കാരണമായി മാറിയത്. മോത്തി, തീർച്ചയായും 300 പവനും 1 കോടി രൂപയും നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാം എത്രത്തോളം വലിയൊരു കവർച്ചയാണ് അവിടെ നടന്നത് എന്ന്. ഒരുപക്ഷെ ഈ പണവും സ്വർണവും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് കൃത്യമായി അറിയുന്ന ആരെങ്കിലും ആയിരിക്കുമോ എന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും വിശദാംശങ്ങൾ പോലീസ് ഇപ്പോൾ അന്വേഷിച്ച് വരികയാണല്ലോ. സ്ഥലത്ത് ആരൊക്കെയാണ് ഉള്ളത്? വിരലടയാള വിദഗ്ധരടക്കം വന്നിട്ടുണ്ടോ? അങ്ങോട്ടേക്കാ പൊക്കോണ്ടിരിക്കുന്നത് ഒരു കോണിപ്പടി. സാരംഗ് അവിടെയാണ് ഉള്ളത്. കോണിപ്പടി കയറി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. സാരംഗ്, അവിടെ ഈ വിരലടയാള വിദഗ്ധരടക്കമുള്ളവരുണ്ടോ? പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വന്നോ? അതിപ്പം പറയാൻ കഴിയില്ല. പക്ഷേ എല്ലാം കറക്റ്റായിട്ട് തന്നെ നമ്മളെ ലോക്കറുള്ള സ്ഥലം വരെ അവർക്ക് മനസ്സിലായിന്. കാരണം അത്ര അത് ഇതുണ്ട്. അത് 2 അലമാരിലുണ്ട്. ഒരു അലമാരിൽ വെച്ച് അത് പൂട്ടി, ചാവി വേറെ അലമാരിൽ വെച്ചിട്ട് അത് പൂട്ടിയിട്ടാണ് അവർ പോയത്. ഉണ്ട് CCTV. ഇല്ല അവര് ഒരു CCTV 2 ആളുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇല്ല ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. അവര് എൻ്റെ മരുവണ്ടിയിൽ അതില്ലത്. ഞങ്ങൾക്ക് ഇതങ്ങനെ പറയാൻ പറ്റൂല ശരിക്കും. ഇല്ല സംശയമില്ല. ഈ അലമാര മാത്രമേ വലിച്ച് ഈ 3 ബെഡ്റൂമിൽ കയറി. അത് വേറൊരു അലമാരയിലുള്ളത് ചാവി വേറെ ബെഡ്റൂമിലാണ് ഉണ്ടായിരുന്നു. അവിടുത്തെ ആ ബെഡ്റൂമിൽ നിന്ന് അലമാരിയിൽ നിന്ന് ചാവി എടുത്താൽ വേറൊരു ബെഡ്റൂമിൽ അലമാര പറഞ്ഞത്. ഈ ലോക്കർ മാത്രം ശ്രദ്ധിച്ച് വന്ന ആൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇല്ല മേലത്തെ വേറൊരു ബെഡ്റൂം ഉണ്ടായിരുന്നു. അതിലും കയറിന്. പക്ഷെ അതിലും ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇല്ല ഇവിടെ ഇതുവരെ നമ്മൾ 30 വർഷമായി ഇവിടെ താമസിക്കുന്നു. ഇതുവരെ ഒന്നും ഉണ്ടായില്ല. ഇത് ഇവര് മധുരയിൽ പോയി എന്നാണല്ലോ പറയുന്നത്. അതെ, മധുരയിൽ പോകുന്ന സമയത്ത് പോലീസിൽ അറിയിക്കുക, വീട് പൂട്ടി പോകുന്ന കാര്യം അറിയിച്ചിട്ടില്ല. ഇല്ല ഇവര് സാധാരണ പോക്കുണ്ട്. കാരണം ഗൾഫിലായാലും മറ്റേ ബാംഗ്ലൂരായാലും. ബാംഗ്ലൂർ പോയി അവർ 2 ആഴ്ച 3 ആഴ്ച താമസിച്ചിട്ട് വരുമോ ഇങ്ങോട്ട് മകളെടുക്കാം. അപ്പോൾ സാധാരണ പോകുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പോലീസിനെ ഏൽപ്പിക്കാറില്ല. ഇത് ഈ ഇത്രയും വലിയ അധികം സ്വർണവും പണവും ഒക്കെ വീട്ടിൽ സൂക്ഷിച്ച് എന്തുകൊണ്ടാണ് ഒരു ബാങ്ക് ലോക്കറിലോ മറ്റൊന്നും സൂക്ഷിക്കാൻ? അല്ല, ഇങ്ങനെ ഒരു ലോക്കറില്ലോണ്ട് ഇതിൽ വെച്ചെന്നേ ഉള്ളൂ. അല്ലാണ്ട് ബാങ്കിൽ അങ്ങനെ. അതെ, എൻ്റെ പേര് ജാബിർ. എൻ്റെ സഹോദരൻ്റെ വീട്. ഓക്കെ, അത് അഷ്റഫിൻ്റെ ഭാര്യ നിങ്ങളുടെ സഹോദരി? അതെ. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം CCTV ദൃശ്യങ്ങൾ പോലും പൂർണ്ണമായി കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ
അഷ്റഫിൻ്റെ ബന്ധുക്കൾ കൂടി പറയുന്നത്. 2 പേരാണ് മോഷണ സംഘത്തിലുണ്ടായത് എന്നുള്ള വിവരമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻപ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒന്നും തന്നെ ഇതുവരെ ഈ മോഷണ ശ്രമമൊന്നും തന്നെ നടന്നിരുന്നില്ല. എന്തായാലും ഇത് ആകെ നാടിനെ ആകെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇവർക്കും വലിയ ഒരു ആശങ്കയുണ്ട്. കാരണം ഇത്രത്തോളം നാട്ടിൽ വിശ്വസിച്ച് കഴിഞ്ഞിരുന്നൊരു സ്ഥലത്ത് ഒരുപക്ഷെ ഇവരെയൊക്കെ തന്നെ നേരിട്ടറിയുന്ന ഇത്രത്തോളം പണത്തിലേക്ക് തന്നെ വിനിമയം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഈ വീട് എന്ന് ഒരുപക്ഷെ അറിയാവുന്ന ഒരാൾ തന്നെയായിരിക്കാം. തീർച്ചയായിട്ടും ഇങ്ങനെ ഇത്രയും പണവും സ്വർണവും സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി അറിയുന്ന ആരുടെയെങ്കിലും ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നത് സംബന്ധിച്ചൊക്കെ അന്വേഷണം വരേണ്ടതിരിക്കുന്നു. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ അന്വേഷണം തുടരുകയാണ് എന്ന് മനസ്സിലാക്കുന്നു.